ഈ വനിതകളുടെ അവസ്ഥ അറിയാമല്ലോ. ഈ വനിതകളെ അവിടെ കൊണ്ടുവന്ന് തയ്യാറാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇന്നലെ പറഞ്ഞ പ്രകാരം ഒരു വനിത ഇന്നവിടെ പെരുമാറുകയുണ്ടായി. അങ്ങ് ആ ദൃശ്യങ്ങൾ കണ്ടോ എന്നറിയില്ല. സാറേ എന്ന് വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് കരയാനാണ് പോയത്. നേരത്തെ തയ്യാറാക്കി നിർത്തിയിരുന്നതാണ്. പക്ഷെ സാഹചര്യം അറിയല്ലോ, അത് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സാറേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയാൻ നോക്കിയപ്പോൾ ഈ ബോബിയുടെ അഭിഭാഷകൻ ബോബിയെ കൊണ്ട് രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ ഈ സ്ത്രീയെ തള്ളിമാറ്റുകയാണ്. എന്നിട്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? സാറേ തേങ്ങാ പിണ്ണാക്ക് എന്ന്. അപ്പോൾ ഒരാവശ്യത്തിന് കൊണ്ടുവരിക, അതിന് തടസ്സമാണെന്ന് പറയുമ്പോൾ ഏത് രൂപത്തിലാണ് തള്ളി എറിയുക? ഇതാണോ ഈ ബോബിയുടെ ഈ പറയുന്ന അണികൾ? അങ്ങനെയെങ്കിൽ ഇത്തരം കൊടിയ ചൂഷണങ്ങൾ ബോബി നടത്തിക്കൊണ്ടിരിക്കുന്നത് അറിയാത്തൊരു സർക്കാരാണോ ഇവിടെ നിൽക്കുന്നത്? വേണു, ആദ്യം ഈ ബോബിയുടെ ചർച്ച എടുക്കുന്ന സമയത്ത് രാഹുൽ ഈശ്വർ ഞാൻ ഒരു പാനലുണ്ട്, ഒരു ചാനലിൽ, പ്രമുഖ ചാനലാണ്. ആ ചാനൽ ചർച്ച കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ ഇടുക്കിയിൽ നിന്ന് കുറെ പെണ്ണുങ്ങൾ എന്നെ വിളിച്ചു. അവരുടെ ലീഡർ എന്നെ വിളിച്ചു. എൻ്റെ ഇപ്പോഴും വോയിസ് മെയിലുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന മണി ചെയിൻ മാതൃകയിൽ നടത്തുന്ന തട്ടിപ്പിനെ കുറിച്ച് അവരെന്നോട് പറഞ്ഞു. അവർക്ക് അബദ്ധം പറ്റി, തേയിലത്തൊഴിലാളികളാണ്. അപ്പോൾ വേണു പറഞ്ഞ വളരെ കറക്റ്റാണ്. 2015 ശ്രീ വി എസ് അച്യുതാനന്ദൻ 2000 കോടി അഴിമതി ഇദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചത്. അന്ന് ലൈവായിരുന്നു. ലൈവ് പല ചാനലുകാരും കട്ട് ചെയ്തു. അത് പോട്ടെ, 2017 ശ്രീ വി എസ് വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സംശയവും വേണ്ട. കേരളത്തിലെ മീഡിയ അദ്ദേഹത്തെ വളർത്തി. അദ്ദേഹം അത് നല്ല വളർക്കുള്ള മണ്ണാണ്. കാരണം ഇവിടെ ഇപ്പോഴും എന്ത് പറഞ്ഞാലും വിസ തട്ടിപ്പ് നടക്കുന്നില്ല. ഇപ്പോഴും ഇവിടെ ഈ ആധുനിക ലോകത്ത് ഇപ്പോഴും ബ്ലേഡ് കമ്പനി 20% പലിശ പറഞ്ഞാൽ അതുകൊണ്ട് ഇടാൻ ആളില്ല. ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ ഏത് തട്ടിപ്പ് ചിലവാകും? പാവങ്ങളാ പറയും, ഞങ്ങൾ വലിയ വിവരവും ബോധവും ബുദ്ധിയുള്ളവരാണ്, നിനക്ക് വെറുതെ കുറച്ച് പേർക്കേ ഉള്ളൂ. ഇത് നല്ല PR വർക്കാണ്. ഈ PR വർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പോലെ ആൾ നിർത്തിയിരിക്കുക. പ്ലാക്കാർഡ് എഴുതിയത് ഒരു സെന്ററിൽ വെച്ചാണ്. ഇവരുടെ ആൾക്കാരാണ്, പണം കൊടുത്തതാണ്. കാരണം കോടികളുണ്ട്. ജനങ്ങൾ 25 കോടി രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. നമുക്കറിയാം, മലബാറിൽ ഒരു മുസ്ലിം സഹോദരൻ ബ്ലഡ് മണി കൊടുക്കാൻ 1 കോടി രൂപ അത് കൊടുത്തു. അന്നാണ് ബോച്ചറ്റിയുടെയും ഈ പറഞ്ഞ ലോട്ടറിയുടെയും ലോഞ്ചിങ്. അതിനുവേണ്ടി മാറ്റിവെച്ച 5 കോടി രൂപ പരസ്യത്തിന് പകരം 1 കോടി രൂപ ഇവിടെ കൊടുത്ത് പരസ്യം. ഓക്കെ, ആ 100 കോടിയുടെ പരസ്യം കിട്ടി. ഒരു സമൂഹത്തെ കൂടെ നിർത്താൻ പറ്റി. വളരെ ബുദ്ധിമാനായ ബിസിനസ്സുകാരൻ. അതായിക്കോട്ടെ, പക്ഷേ അതായത് ബിസിനസ്സാണ്. പക്ഷെ നന്മപരമാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ മറ്റൊരു പ്രധാന പ്രശ്നം, ഇവിടെ മർണോയുടെ പ്രതിമയായിട്ട് ഓടിയല്ലോ. ഞാൻ ഖത്തർ ലോകകപ്പിൽ കൊണ്ടുവെക്കാനാന്ന് പറഞ്ഞ് എവിടെ കൊണ്ടുവച്ചു? ഇങ്ങനെ കുറെ ഗിമിക്സ്, രക്തബാങ്ക് ഗിമിക്സ്, പാവങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടുന്നു ഗിമിക്സ്. പിന്നെ ചെറുപ്പക്കാരെ കൂടെ നിർത്താൻ കുറെ അസഭ്യ വർഷങ്ങൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ. കുന്തിദേവി പാണ്ഡുവിന്റെ ഭാര്യ, ശ്രീകൃഷ്ണ ഭഗവാന്റെ പിതാവിന്റെ സഹോദരി, 5 വരം ലഭിച്ചിട്ട് ഒരു വരം അവസാനം തൻ്റെ ഭർത്താവിന് 2ാം ഭാര്യയ്ക്ക് കൈമാറിയാൽ. അങ്ങനെ നകുലനും സഹദേവനും ഉണ്ടായി. ഈ ചരിത്രം എടുക്കുമ്പോൾ അറിയാം, ഈ കുന്തിദേവി എന്ന് പറഞ്ഞ പരാമർശം പോലും അതിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാം. ഈ മലയാളിക്കെല്ലാം അറിയാം. പക്ഷേ മാളവിക, കോടതി വടിയെടുത്തപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ശരീരഭാഷയും പ്രതികരണ രീതിയും എല്ലാം മാറിയതെന്ന് നാം കണ്ടതാണ്. ഇതുപോലെ തന്നെ അധികാരമുള്ളതാണ്, ജനകീയ അധികാരമുള്ള സംവിധാനമാണ് സർക്കാർ എന്തേ വടിയെടുക്കാത്തത്? ഇനിയെങ്കിലും അത് ചെയ്യുമോ? കാരണം ഈ വിഷയത്തിൽ മാത്രമല്ല, ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നു.